കൂർക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായി പാക്കറ്റ് കൂർക്കയാണ് ഇത്. ക്ലീൻ ചെയ്തെല്ലാം വെച്ചിരിക്കുന്ന കൂർക്കയാണ് ഇത്. 400 ഗ്രാമിൻ്റെ കൂർക്കയാണ്, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്ക. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് വാങ്ങാൻ കിട്ടും. കൂർക്ക നമ്മളെല്ലാം വൃത്തിയാക്കിയതാണ്. ഇത് പൊട്ടിച്ചൊരു ബൗളിലോട്ട് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ കൂർക്കയാണ്. നമുക്കിത് ഉടൻ തന്നെ തോരൻ വയ്ക്കണം. അതിനായി ഒരു സ്റ്റവ് കത്തിച്ച് ഒരു കടായി അടുപ്പിൽ വെക്കുക. കടായി ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഉള്ളി അരിഞ്ഞതും കൂടെ ചേർക്കാം. സമയം ഒരു ബൗളെടുത്ത് 5 കാന്താരി മുളക്, 3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം എല്ലാം കൂടെ നമുക്കൊന്ന് ചായച്ചെടുക്കാം. എല്ലാം കൂടെ നമുക്ക് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും തേങ്ങയിൽ ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം കറക്കിയാൽ മതി. തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയൊക്കെ ചെറുതായി വാടിയിട്ടുണ്ട്. കൂർക്ക ചേർക്കാം. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാം. അടപ്പൊന്ന് തുറന്ന് കൂർക്കെല്ലാം ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് ചേർക്കാം.
ശേഷം നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് കാന്താരി മുളക് ചേർത്തത് കാരണം മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. നമുക്ക് ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. വെന്തിട്ടുണ്ട്. കാരണം ഇത് ഫ്രോസൺ കൂർക്ക ആയതൊരു പെട്ടെന്ന് വേവും. ഒരു കൂർക്ക എടുത്ത് നോക്കാം നമുക്ക്. കൂർക്കൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. കൂർക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ അതേ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക്, ഷെയർ, കമൻറ്റ്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. മാർക്കറ്റിൽ നിന്നും കൂർക്കയെ വാങ്ങിക്കാനൊക്കെ കിട്ടും, പക്ഷെ അത് വൃത്തിയാക്കി എടുക്കാൻ കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഫ്രോസൺ വാങ്ങിച്ചത്. അതല്ല, ഇവിടെ ദുബായിൽ ഇതെല്ലാം എന്ത് സാധനം വേണേലും ഫ്രോസൺ ഐറ്റം കിട്ടും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഈ കൂർക്ക ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. ഇതിന് ചൈനീസ് പൊട്ടറ്റോ എന്നും പറയും. തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. കൂർക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.